ശാന്തി. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന അവ്യക്ത മുരളിയുടെ ഹെഡിങ് സാക്ഷാത്കാർ മൂർത്ത് और ഫരിസ്ത മൂർത്ത് ബന്നി കാ നിമന്ത്രൺ. സാക്ഷാത്കാര മൂർത്തിയും ഫരിസ്ത മൂർത്തിയുമായി മാറാനുള്ള ഇൻവിറ്റേഷൻ. ബാബയാണ് കുട്ടികൾക്ക് ക്ഷണിക്കുന്നത്. ബാബ നമ്മളെ എന്തൊക്കെയാകാനാണ് ക്ഷണിക്കുന്നത്? സാക്ഷാത്കാര മൂർത്തിയായി മാറണം, ഫരിസ്ത മൂർത്തിയായി മാറണം. പവിത്ര ഭവ और योगी भवा का अमर वरदान देने वाले. പവിത്രമായി ഭവിക്കൂ, യോഗിയായി ഭവിക്കൂ, അമരനായി ഭവിക്കൂ. ഈ വരദാനങ്ങൾ നൽകുന്ന സർവ ആത്മാവും കി സ്നേഹി പരംപിത ശിവ ബാബ പോലെ. സർവ ആത്മാക്കളുടെയും സ്നേഹിയായ പരമപിതാവായ ശിവബാബ പറയുന്നു, സർവ സ്നേഹി ആത്മാവും കോ സ്നേഹ കാ റെസ്പോൺസ് സ്നേഹ സെ ദേ രഹേ. ഇന്ന് സർവ സ്നേഹികളായിരിക്കുന്ന ആത്മാക്കളുടെയും സ്നേഹത്തിൻ്റെ റെസ്പോൺസ് ബാബ നൽകാൻ അല്ലേ? ബാബ സ്നേഹത്തിന് ഇന്ന് കുട്ടികൾക്ക് മറുപടി നൽകുകയാണ്. ഇനി ബാബ എങ്ങനെയാണ് നൽകുന്നത്? സ്നേഹത്തോടുകൂടെ നൽകുന്നു. നയനോം കി അസുവൻ മോത്തി ഗലെ കി മാല ജോ ബച്ചോം നെ ബാബ് ദാദാക്കോ പഹനായി. ബാബന്ന് കുട്ടികളോട് പറയാണ്, നമ്മൾ ഓരോരുത്തരുടെയും കണ്ണുകളിൽ നിന്നും സ്നേഹത്തിൻ്റെ അശ്രുക്കൾ അഥവാ സ്നേഹത്തിൻ്റെ കണ്ണീർ മുത്തുകൾ കഴുത്തിലെ മാലയായി ബാബയ്ക്ക് അണിയിപ്പിച്ചു കൊടുത്തു. നമ്മൾ കുട്ടികളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്നേഹം, ആ സ്നേഹത്തിൻ്റെ കണ്ണീരിൻ്റെ മുത്തായി അത് ബാബയുടെ കഴുത്തിലെ മാലയായി മാറി. ഉസ്കാ റിട്ടേൺ മേ ജ്ഞാനരത്നം കി മാല ബാബ് ദാദാ ദേ രഹേ. എന്നിവിടെ ബാബ എന്ത് ചെയ്തു? നമ്മൾ കുട്ടികൾക്ക് സ്നേഹത്തിൻ്റെ റിട്ടേണായി നമ്മുടെ കുട്ടികൾ ബാബയ്ക്ക് കൊടുത്ത മാല എന്താണ്? സ്നേഹത്തിൻ്റെ മുത്തുമണികളാണ്. അപ്പോൾ ബാബ പറയാണ്, ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് നൽകുന്ന മാല എന്താണെന്നറിയോ? ജ്ഞാനരത്നങ്ങളുടെ മാലയാണ് ബാബ അണിയിപ്പിച്ച് തരുന്നത്. തോ ആജ് അമൃതവേള. ഇന്ന് അമൃതവേളയിലെ ഓരോ സ്നേഹികളായിരിക്കുന്ന കുട്ടികളുടെയും സങ്കല്പങ്ങൾ ബാബ് ദാദയുടെ അടുക്കൽ എത്തിച്ചേർന്നു. അതായത് നമ്മൾ ഓരോരുത്തരും അമൃതവേള യോഗം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ബാബയോട് എത്രത്തോളം സ്നേഹമുണ്ടോ ആ സ്നേഹത്തോടെയുള്ള സങ്കല്പങ്ങൾ ആരുടെ അടുക്കൽ എത്തിച്ചേർന്നു? ബാബയുടെ അടുക്കൽ എത്തി. ആജ് ഹർ ഏക് കി റൂഹ് രഹാൻ, ഹർ ഏക് കാ ശുഭ സങ്കൽപ്പ്, ഹർ ഏക് കാ കിയാ ഹുവാ വായദ പഹോൻഷ. എന്തൊക്കെയാണ് ബാബയുടെ അടുക്കിലേക്ക് എത്തിയത്? ഒന്ന്, നമ്മൾ ഓരോരുത്തരും ബാബയോട് ആത്മീയ സംഭാഷണം ചെയ്തു അല്ലെ? ബാബയോട് സംസാരിച്ചു. മധുരമധുരമായി നമ്മൾ കുട്ടികൾ ബാബയോട് സംസാരിച്ചു. ഓരോരുത്തരുടെയും ശുഭമായ സങ്കല്പങ്ങൾ. ഇനി നമ്മൾ ഓരോ കുട്ടികൾക്കും എന്ത് ബാബയുടെ മുന്നിൽ നമ്മൾ വെക്കുന്ന ദൃഢസങ്കല്പങ്ങളാകുന്ന പ്രതിജ്ഞകളുണ്ടോ ഇതൊക്കെ ബാബയുടെ അടുക്കൽ എത്തിച്ചേർന്നു. എന്തൊക്കെയാണപ്പോൾ ബാബയുടെ അടുക്കൽ അമൃതവേള സമയത്ത് എത്തിച്ചേർന്നത്? ഒന്ന്, നമ്മൾ കുട്ടികളുടെ സ്നേഹത്തോടു കൂടിയുള്ള ബാബയോടുള്ള സംസാരം. നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും എന്ത് ബാബയോട് പറയാനുണ്ടോ അത് ബാബയുടെ അടുക്കൽ എത്തി. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ശുഭസങ്കല്പങ്ങളും ബാബയുടെ അടുക്കൽ എത്തി. ഇനി നമ്മൾ ഓരോരുത്തരും എന്ത് ബാബയുടെ മുന്നിൽ ദൃഢസങ്കല്പം ചെയ്തോ ആ ദൃഢസങ്കല്പവും ബാബയുടെ അടുക്കൽ എത്തിച്ചേർന്നു. ഉസ് സർവ റൂഹ് റിഹാൻ കാ റെസ്പോൺസ് ബാബ് ദാദാ സ്വയം അവ്യക്തമേ മിലാനേക്ക് തമന്ന കർ രഹേ ഹെ. അതുകൊണ്ട് തന്നെ ഇന്ന് ബാബ എന്താ ചെയ്തത്? നമ്മുടെ കുട്ടികൾ എത്രത്തോളം ബാബയോട് മധുരമായിട്ട് സംസാരിച്ചോ അതിൻ്റെ എല്ലാം ബാബയ്ക്ക് മറുപടി കുട്ടികൾക്ക് കൊടുക്കണം. ആ മറുപടിക്ക് വേണ്ടി ബാബ എന്ത് ചെയ്തു എന്നറിയോ? നമ്മൾ ഓരോരുത്തരെയും അവ്യക്തത്തിലുള്ള കൂടിക്കാഴ്ച,
ആ കൂടിക്കാഴ്ചയ്ക്കുള്ളൊരു അഭിലാഷമുണ്ടായി. അതായത് ബാബയ്ക്ക് നമ്മൾ കുട്ടികളെയും കാണണമെന്നും ഇനി കുട്ടികൾക്ക് ബാബയുമായിട്ട് മിലനം ചെയ്യണമെന്നുള്ള ആശയുണ്ടായി. ബാപ് കോ ബच्चे व्यक्त में बुलाते हैं और बाप बच्चों को അവ്യക്ത വദൻ में बुला रहे हैं. ബാബ പറയണേ, നോക്ക്, നമ്മൾ ഓരോരുത്തരും ബാബയെ സാകാരത്തിലേക്ക് വിളിക്കും അല്ലെ. നമ്മൾ വിളിക്കുന്നത് എവിടേക്കാണ്? സ്നേഹപൂർവ്വം നമ്മൾ ബാബയെ സാകാര ലോകത്തിലേക്ക് നമ്മൾ ആഹ്വാനം ചെയ്യും. പക്ഷേ ബാബ എങ്ങനെയാണ്? ബാബ നമ്മൾ കുട്ടികളെ ആഹ്വാനം ചെയ്യുന്നത്, അഥവാ നമ്മളെ ബാബ വിളിക്കുന്നത് എവിടേക്കാണെന്നറിയോ? അവ്യക്ത വദനത്തിലേക്ക് ബാബ വിളിക്കുകയാണ്. അവ്യക്ത വദൻവാസി ബാപ് സമാൻ ബന്ന യഹി ബच्चों की പ്രതി ബാപ് की ശുഭ ആശാഹി. ബാബ പറയാണ്, കുട്ടികളെ, ബാബയ്ക്ക് നമ്മളെ പ്രതി ഒരു ആശയുണ്ട്. എന്താണ് ബാബയുടെ ആശ? നോക്കൂ, അവ്യക്ത വദനവാസിയായി മാറണം. കുട്ടികൾ സാകാരത്തിലിരിക്കേണ്ട, കുട്ടികൾ വ്യക്തത്തിലിരിക്കേണ്ട, വ്യക്തഭാവങ്ങളിലേക്ക് വരണ്ട, സാകാര ലോകത്തിലെ ആകർഷണങ്ങളിൽ കുരുങ്ങണ്ട. ബാബയ്ക്കിഷ്ടം നമ്മൾ ഓരോരുത്തരും അവ്യക്ത വദനവാസിയായി മാറണം. പിന്നെ ബാബയ്ക്ക് എന്താണ് ആഗ്രഹം? ബാബയുടെ ഓരോ മക്കളും ബാബയ്ക്ക് സമാനമായി മാറണം. ഇതാണ് ബാബ നമ്മളെ പ്രതിവയ്ക്കുന്ന ആശ. അബ് ബതാവോ കിത്തന സമയമേ അവ്യക്ത വദൻ പധാരേങ്കെ. ഇനി ബാബ പറയാൻ, ഇനി നിങ്ങൾ കുട്ടികൾ പറയൂ, എത്ര സമയം നിങ്ങൾ കുട്ടികൾ അവ്യക്ത വദനത്തിൽ വന്നിരിക്കും അല്ലേ? നമ്മളെ കൊണ്ട് എത്ര സാധിക്കും? നമ്മൾ എന്ത് ചെയ്യണം? ഒരു ദിവസത്തിൽ പല പ്രാവശ്യം നമ്മൾ അവ്യക്ത വദനവാസിയായി മാറും. എന്നിട്ട് ബാബയുമായിട്ട് മധുരമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നമ്മൾ ഏർപ്പെടണം. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, എത്ര സമയം നിങ്ങൾ കുട്ടികൾ അവിടെ വന്നിരിക്കും? അവ്യക്ത വദൻ കാ മിലൻ കിത്തന സുന്ദർ ഹി ഉസ്കോ ജാൻതേ ഹോ. ബാബ ചോദിക്കുകയാണ്, കുട്ടികളെ, അവ്യക്ത വദനത്തിലെ ബാബ്ദാദയുമായിട്ടുള്ള കൂടിക്കാഴ്ച അതെത്ര സുന്ദരമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയാണ് അല്ലേ? ശരിക്കും ആ ഒരു കൂടിക്കാഴ്ചയിലാണ് നമ്മൾ ആത്മാക്കൾ അതീന്ദ്രിയ സുഖം അനുഭവിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സാകാരത്തിലെ വ്യക്തത്തിലിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് ഇന്ദ്രിയ സുഖങ്ങളാണ്. കണ്ണിൻ്റെയും കാതിൻ്റെയും അല്ലെ വായുടെയും ഒക്കെ ഇന്ദ്രിയ സുഖങ്ങളാണ്. പക്ഷെ എത്രത്തോളം നമ്മൾ വ്യക്തത്തിൽ നിന്ന് ഉപരിയായി നമ്മൾ അവ്യക്ത വദനവാസിയായി മാറുന്നു, ബാബയ്ക്ക് സമാനമായിട്ടുള്ള സ്ഥിതിയിലിരിക്കുമ്പോൾ ആ സ്ഥിതിയാണ് നമ്മൾ കുട്ടികളെ അതീന്ദ്രിയ സുഖത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, അത് നിങ്ങൾ കുട്ടികൾക്ക് അറിയാലോ അല്ലേ? ആ സുന്ദരമായിട്ടുള്ള കൂടിക്കാഴ്ച എന്തെന്ന്? ബാപ് ദാദാബി ബच्चों की सिवाय वापस घर नहीं जा सकते. ബാബ പറയാണ്, നോക്കൂ, ബാബ്ദാദയ്ക്കും കുട്ടികളില്ലാതെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ബാബ തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാക്കെന്താണ്? ഞാൻ ഈ സാകാര ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒപ്പം ഇരിക്കാനാണ്. ഇനി നിങ്ങളെ ഞാൻ കൂടെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഇത് ദൈവത്തിൻ്റെ വാക്കാണ്. അപ്പം അതുകൊണ്ട് ബാബ പറയുന്ന കുട്ടികളെ, നിങ്ങളില്ലാതെ എനിക്കൊരിക്കലും മടക്ക യാത്രയില്ല, തിരിച്ചു പോകാൻ കഴിയില്ല. ഗർ ജാനെ സെ പഹലെ അവ്യക്ത ഫരിസ്തോം കി മാഫിൽ അവ്യക്ത വദൻ മേ ഹോത്തി ഹെ. പക്ഷേ പരംധാമമാകുന്ന വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് അവ്യക്ത ഫരിസ്തകളുടെ ഒരു സഭ അവ്യക്ത വദനത്തിൽ ഉണ്ടാകും. എന്താണ് ഉണ്ടാവുക? നമ്മൾ ഓരോരുത്തരുമാണ് അവ്യക്ത ഫരിസ്തകൾ അല്ലേ? അപ്പം നമ്മൾ ഓരോരുത്തരുടെയും ഫരിസ്തകളുടെ സഭയെന്ന് പറയുന്നത് എവിടെയുണ്ടാകൂത്രേ? അവ്യക്ത വദനത്തിൽ ഉണ്ടാകും. ഉസ് മഹഫിൽ മേ ബാപ് ദാദാ സബ് ബच्चों को ആഹ്വാൻ കർ രഹേ ഹെ. ബാബ പറയാണ്, കുട്ടികളെ, നിങ്ങൾ ഓരോരുത്തരെയും അവ്യക്ത വദനത്തിലേക്ക്, ഫരിസ്തകളുടെ ലോകത്തിലേക്ക് ബാബ വിളിക്കുകയാണ്, ബാബ ആഹ്വാനം ചെയ്യാണ്. बच्चे बाप को पुरानी दुनिया में आह्वान करते, वह बुलाते हैं, लेकिन बाप आप बच्चों को फरिश्तों की दुनिया में बुला रहे हैं. ബാബ പറയുന്ന കുട്ടികളെ, എത്ര വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണിത്.
നമ്മൾ കുട്ടികൾ ബാബയെ വിളിക്കുന്നത് പഴയ ലോകത്തിലേക്കാണ്. എന്നാൽ ബാബയാണെങ്കിലോ, ബാബ നമ്മൾ കുട്ടികളെ വിളിക്കുന്നത് ഫരിസ്തുകളുടെ ലോകത്തിലേക്കാണ്. എത്ര മനോഹരമായ, എത്ര സുന്ദരമായ ലോകമാണ്. അതീന്ദ്രിയ സുഖത്തിൻ്റെ ലോകമാണ് സൂക്ഷ്മവദനം. ആ ലോകത്തിലേക്കാണ് ബാബ കുട്ടികളെ വിളിക്കുന്നത്. ജഹാസി സാത്ത് സാത്ത് റൂഹോം കി ദുനിയാമേ ചലേങ്കി. ഇനി നമ്മൾ ഫരിസ്തകളുടെ ലോകത്തിലെത്തി ആ ഫരിസ്തകളുടെ കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം അവിടെ നിന്നാണ് നമുക്ക് ആത്മാക്കളുടെ ലോകത്തിലേക്ക് പോകേണ്ടത് അല്ലേ? അപ്പോൾ സാകാരി ലോകം, ആകാരി ലോകം, നിരാകാരി ലോകം. അപ്പം നിരാകാരി ലോകത്തിലേക്ക് പോകണമെങ്കിൽ ഏത് വഴിയേ നമുക്ക് പോകാൻ പറ്റുള്ളൂ? ആകാരി ഫരിസ്തകളുടെ വദനത്തിൽ നമ്മൾ എത്തണം. അവ്യക്ത വദനം കൂടാതെ നമുക്ക് ആത്മാക്കൾക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റില്ല? നിരാകാരി ലോകത്ത് എത്തിച്ചേരാൻ കഴിയില്ല. ബാബ് സമാൻ നിരന്തർ ഫരിസ്ത ബന്ന നഹിയാത്ത. ബാബ ചോദിക്കുകയാണ്, ബാബയ്ക്ക് സമാനം അല്ല. ഇവിടെ ബ്രഹ്മാ ബാബ സമ്പൂർണ്ണ ബ്രഹ്മാവാണ്. ബാബ അവ്യക്ത ഫരിസ്തയാണ്. ബാബ അവ്യക്ത വദനവാസിയാണ്. ശിവബാബയുമായി സമ്പൂർണമായും താതാത്മ്യം പ്രാപിച്ചത് ബ്രഹ്മാ ബാബയാണ്. അപ്പം ബാബ കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കും നിരന്തരമായി ബ്രഹ്മാ ബാബയ്ക്ക് സമാനമായി മാറാൻ കഴിയില്ലേ? ഏക് സെക്കൻഡ് കാ സങ്കല്പ് നിരന്തർ ദൃഢ കർണ നഹി ആത്താ ഹി. നമ്മൾ ഒരു സെക്കൻഡിലെ ഫരിസ്തയായി മാറും. പക്ഷെ ആ ഒരു സെക്കൻഡിലെ സങ്കല്പം ബാബ പറയണത് നിരന്തരമായിട്ട് നമ്മൾ കുട്ടികൾ വയ്ക്കണം. അതായത് ഒരു മിനിറ്റോ ഒരു സെക്കൻഡോ അല്ല നിരാകാരി അവസ്ഥയും ഫരിസ്ത സ്വരൂപവും വേണ്ടത്. ബാബ പറയണത് ആ സങ്കല്പം, ആ ദൃഢമായിട്ടുള്ള സങ്കല്പം നിരന്തരമായി വയ്ക്കാൻ കുട്ടികൾക്ക് സാധിക്കില്ലേ? ഏക് സെക്കൻഡിൻ്റെ സങ്കല്പം കി ടിക്കറ്റ് ലേനി നഹി ആത്തി. ബാബ ചോദിക്കണ കുട്ടികളെ, ഈ ഒരു ടിക്കറ്റ് എങ്ങനെയെന്നറിയോ? ഒരൊറ്റ സെക്കൻഡിലുള്ള ടിക്കറ്റാണ്. നമ്മൾ വ്യക്തത്തിൽ നിന്നും അവ്യക്തത്തിലേക്ക് പോകേണ്ടതും അവ്യക്തത്തിൽ നിന്ന് നിരാകാരി ലോകത്തിൽ എത്തിപ്പെടേണ്ടതും ബാബ പറയുന്ന സമയം എത്രയുള്ളൂ? ഒരു സെക്കൻഡാണ്. ആ ഒരു സെക്കൻഡിൻ്റെ ടിക്കറ്റ് എടുക്കാൻ നിങ്ങൾ കുട്ടികളെ കൊണ്ട് കഴിയില്ലേ? ക്യാ ശക്തി രൂപി ഖസാന ഹോത്തി ഹുയേ ബി എ ടിക്കൻ റിസർവ് നഹി കരാ സക്തേ. ബാബ ചോദിക്കുകയാണ് കുട്ടികളെ, സർവശക്തികളുടെയും ഖജനാവ് നമ്മളോടൊപ്പം ഉണ്ട് അല്ലേ? ആ സർവശക്തികളുടെ ഖജനാവ് ഉണ്ടായിട്ടുകൂടി ടിക്കറ്റ് റിസർവ് ചെയ്യാൻ നിങ്ങൾ കുട്ടികളെ കൊണ്ട് സാധിക്കില്ലേ? അല്ലെ, നിങ്ങളെ കൊണ്ട് അതിന് പറ്റില്ലേ? വിശ്വ की सर्व आत्माओं को नजर से निहाल उन्हें भी अपने साथ मुक्ति जीवन मुक्ति रूपी वर्षा बाप से नहीं दिला सकते को. ബാബ പറയുന്ന കുട്ടികളെ, മുഴുവൻ വിശ്വത്തിലെയും ആത്മാക്കൾക്ക് നിങ്ങൾ കുട്ടികളുടെ കണ്ണുകളിലൂടെ അവർക്ക് സായുജ്യം കൊടുക്കണം. എന്താണ് അവർക്ക് കൊടുക്കേണ്ടത്? ലോകത്തിലെ സർവ്വ ആത്മാക്കൾക്കും നമ്മളുടെ ദൃഷ്ടിയിലൂടെ സായുജ്യം നൽകണം. ഒപ്പം മുക്തി ജീവൻ മുക്തിയാകുന്ന സമ്പത്ത് ബാബയിൽ നിന്ന് എടുത്ത് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. ബാബ ചോദിക്കണം, സാധിക്കുമോ നിങ്ങളെ കൊണ്ടത്? അപ്പോൾ ബാബ എന്താണ് സാധിക്കുമെന്ന് ചോദിച്ചത്? വിശ്വത്തിലെ കോടാനുകോടി മനുഷ്യ ആത്മാക്കൾ, ആ കോടാനുകോടി മനുഷ്യ ആത്മാക്കൾക്ക് നമ്മുടെ ദൃഷ്ടിയിലൂടെ അവർക്ക് സായുജ്യം അല്ലെ, നയനങ്ങളിലൂടെ ശക്തികളുടെയും ആനന്ദത്തിൻ്റെയും പവിത്രതയുടെയും കിരണങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കണം. നമ്മുടെ ദൃഷ്ടിയിലൂടെ ഭഗവാന്റെ സാക്ഷാത്കാരം അവർക്ക് ലഭിക്കണം. ബാബ പറയണ ഒപ്പം മുക്തി ജീവൻ മുക്തിയാകുന്ന സമ്പത്ത് ബാബയിൽ നിന്നും എടുത്ത് അവർക്ക് കൊടുക്കാൻ സാധിക്കണം. ബാബ ചോദിക്കുകയാണ്, സാധിക്കുമോ നിങ്ങളെ കൊണ്ടത്? ബാപ്കെ യാ അപ്നെ ഭക്തും കോ ഭടക്നെ സെ ജൽദി छुड़ाने का शुभ संकल्प तीव्र रूप से उत्पन्न होता है. ബാബ ചോദിക്കുകയാണ് കുട്ടികളെ, ബാബയുടെയും ഒപ്പം തൻ്റെയും ഭക്തരാണ് അല്ലെ. ഇന്ന് ലോകത്തിലെ
ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യാത്മാക്കൾ ഭക്തരാണല്ലോ, ദൈവത്തെ അന്വേഷിക്കുകയല്ലേ. പക്ഷേ ദൈവത്തിനെ അന്വേഷിച്ച് അവരാരുടെ അടുക്കലാണ് പോകുന്നത്? അവർ പോകുന്നത് ക്ഷേത്രങ്ങളിലേക്കാണ്, ദേവീ ദേവന്മാരുടെ അടുക്കിലേക്കാണ്. അപ്പോൾ ബാബ പറയാണ് അവർ ഡബിൾ ഭക്തരാ. എന്താ കാര്യം? ശിവൻ്റെയും ശിവഭക്തരാണ്, ദേവീ ദേവതകളുടെയും ഭക്തരാണ്. അപ്പോൾ അവരിന്ന് ഭക്തിയിൽ അലയുകയാണ്. എവിടെയാണ് സത്യം? ഭഗവാൻ എവിടെയാണ്? അവരന്വേഷിക്കാൻ. അവർ എത്രയും പെട്ടെന്ന് നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് പറയട്ടെ, അവരുടെ ഭക്തിയിൽ നിന്ന് മോചിപ്പിക്കണം. അതിനർത്ഥം ബാബയുടെ പരിചയം അവർക്ക് കൊടുക്കണം, അവരും ബാബയെ സ്വന്തമാക്കണം, അവർക്കും ബാബയെ പ്രാപ്തമാക്കാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കണം. ബാബ പറയണ ആ ഒരു ശുഭസങ്കല്പം തീവ്രഗതിയിൽ നമ്മുടെ ഉള്ളിലുണ്ടാകണം, അല്ലെ? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു തീവ്രമായിട്ടുള്ളൊരു ഇച്ഛയാണ് വേണ്ടത്. ലോകത്തിലെ അനേക ഭക്തർക്ക് ബാബയുടെ സത്യമായ പരിചയം കൊടുക്കുക, അവരും ബാബയെ അറിയിക്കുക, അവരും ജ്ഞാനത്തിൻ്റെ സൂര്യനെ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ളൊരു ഇച്ഛ അവർക്കുണ്ട്. ബാബ പറയണ അവർക്ക് ആ ഇച്ഛ പൂർത്തീകരിച്ച് കൊടുക്കേണ്ടത് നമ്മളാണ്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ശുഭസങ്കല്പം തീവ്രഗതിയിൽ ഉണ്ടാകണം. रहम दिल बाप की बच्ची को दुख अशांति में तड़पती हुई आत्माओं को देखती हुई सहन कर सकते को ബാബ ചോദിക്കുകയാണ്. കുട്ടികളെ, ബാബ ആരാണ്? ദയാമനസ്കനാണ്. ബാബ ദയാസാഗരനാണ്. ആ ദയാസാഗരനായ ബാബയുടെ കുട്ടികളാണ് നമ്മൾ. ദുഃഖത്തിലും അശാന്തിയിലും അലഞ്ഞു തിരിഞ്ഞുന്ന ആത്മാക്കളെ കണ്ടിട്ട് നിങ്ങൾ കുട്ടികൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോയെന്ന്, അല്ലേ? ബാബയ്ക്ക് നോക്കൂ, നമ്മുടെ ദുഃഖത്തെ ബാബയ്ക്ക് കണ്ട് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണല്ലോ ബാബ സാകാരത്തിലേക്ക് വന്ന് നമ്മൾ കുട്ടികൾ ദുഃഖങ്ങളിൽ നിന്ന് ബാബ രക്ഷിച്ചു. ഇനി നമ്മൾ കുട്ടികളിൽ ഒരു കർത്തവ്യമുണ്ട്. ലോകത്തിൽ എത്ര മനുഷ്യരെ ദുഃഖത്തിലും അശാന്തിയിലും ഭക്തിയിലും കിടന്ന് അവരും കഷ്ടപ്പെടുന്നുണ്ടോ, അവരും പ്രയാസം അനുഭവിക്കുന്നുണ്ടോ, അവരോട് നമുക്കും ദയ തോന്നണം, അവരോട് നമുക്കും കരുണ തോന്നണം. അപ്പോൾ ബാബ പറയണത് അവരുടെ ഈ അലച്ചിൽ കാണുമ്പോൾ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ക്യാ രഹം നിഹി ആത്താ ഹേ? ബാബ ചോദിക്കുകയാണ്, കുട്ടികൾ നിങ്ങൾക്ക് ദയ തോന്നണില്ലേ എന്ന്, അല്ലേ? അവരുടെ പെടച്ചിൽ കാണുമ്പോൾ, അവർ ദുഃഖിക്കുന്നത് കാണുമ്പോൾ, അവർ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ബാബ ചോദിക്കുകയാണ്, കുട്ടികളെ നിങ്ങൾക്ക് അവരെ കാണുമ്പോൾ ദയ തോന്നണില്ലേ? അനേക പ്രകാർ की विनाशी सुख शांति में विचलित हुई आत्माएं जो बाप को और अपने बाप को भूल चुकी है. ബാബ പറയണത് ലോകത്തിലെ മനുഷ്യരുടെ അവസ്ഥ എന്താണ്? അനേക പ്രകാരത്തിലുള്ള വിനാശിയായിരിക്കുന്ന സുഖശാന്തിയുടെ പിന്നാലെ പോയിട്ട് അവർ ചതിക്കപ്പെടുക. അവർ വിചാരിക്കുന്നത് എന്താണ്? ഇതൊക്കെ മതി, കുറച്ച് സുഖം, അല്ലേ? അവർ ഈ ഭൗതിക ലോകത്തിലുള്ള പല സുഖങ്ങളുടെ പിന്നാലെ പോയിട്ട്, പല സാധനങ്ങളുടെ പിന്നാലെ പോയിട്ടും അവർ ചതിക്കുകയാണ്, അല്ലെ? വഞ്ചിക്കപ്പെടുകയാണ്. ബാബ ചോദിക്കുന്ന കുട്ടികളെ, അതുകൊണ്ട് തന്നെ അവരവരെയും മറന്നിരിക്കുന്നു, ബാബയെയും മറന്നു കഴിഞ്ഞിരിക്കും. അപ്പോൾ നോക്കൂ, സാധനങ്ങളുടെ പിന്നാലെ പോയി, ഭൗതികമായിട്ടുള്ള പദാർത്ഥങ്ങളുടെ പിന്നാലെ പോയി, ലോകത്തിലെ ഭൗതിക സുഖ സൗകര്യങ്ങളുടെ പിന്നാലെ പോയപ്പോൾ അവർ സത്യമായ സുഖത്തിൽ നിന്നും സത്യമായ ശാന്തിയിൽ നിന്നും അവർ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബാബ ചോദിക്കുകയാണ്, കുട്ടികളെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, അവരെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. എന്താണ് നമ്മുടെ ഉത്തരവാദിത്തം? അവരെ രക്ഷിക്കുക. അവർ ബാബയെ മറന്നിരിക്കുകയാണ്, ഒപ്പം തന്നെ അവരവരെയും മറന്നിരിക്കുകയാണ്. ऐसी भूली हुई आत्माओं पर कल्याण की भावना द्वारा उन्हें भी यथार्थ मंजिल बताकर अविनाशी प्राप्ति की अंजलि देने का संकल्प ഉൽപ്പന്ന नहीं होता. ബാബ ചോദിക്കുകയാണ്, എല്ലാ കാര്യത്തിലും അവർ മറന്നിരിക്കുകയല്ലേ? അവരെ പ്രതി നമുക്ക് വേണ്ടത് മംഗളത്തിൻ്റെ ഭാവനയാണ്. ഈ ഭാവനയിലൂടെ അവരെയും യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കുട്ടികളെ കൈപിടിച്ചു ഉയർത്തണം. അവിനാശിയായിരിക്കുന്ന പ്രാപ്തിയുടെ ലക്ഷ്യത്തിലേക്ക് അവരെ നമ്മൾ കുട്ടികളെ നടത്തിക്കണം. ബാബ പറയണത് അങ്ങനെയുള്ള സങ്കല്പം നിങ്ങൾക്കുണ്ടോ, അല്ലേ? ലോകത്തിലുള്ള മനുഷ്യരെ അലങ്ങി തിരിയുമ്പോൾ
അവരെ പ്രതി നമുക്ക് വേണ്ട സങ്കല്പം എന്താകണം? അതാണ് ബാബ പറയുന്നത്. അവരെല്ലാം വിസ്മരിച്ചു പോയി. ബാബയെ വിസ്മരിച്ചു, സ്വയത്തെ വിസ്മരിച്ചു. അവർക്ക് നമ്മൾ കുട്ടികൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം, അവരെയും കൈപിടിച്ച് ഉയർത്തണം എന്നുള്ള ശുഭസങ്കല്പം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടോ? अब तो समय प्रमाण सप्ताह कोर्स के बजाय अपने वरदानों द्वारा, अपनी शक्तियों के द्वारा सेकंड का കോഴ്സ് ബതാവ്. ബാബ പറയണേ, ഇപ്പം നോക്കൂ, സമയം തീരാറായി അല്ലേ? ഈ സമയത്തിനനുസരിച്ച് നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യും? 7 ദിവസത്തെ കോഴ്സൊക്കെ നമ്മൾ ആൾക്കാർക്ക് എടുത്തു കൊടുക്കും. പക്ഷേ ബാബ പറയണത്, അതിനൊക്കെ പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? 1 സെക്കൻഡിൽ നിങ്ങളുടെ വരദാനങ്ങളിലൂടെ, നിങ്ങളുടെ സർവശക്തികളിലൂടെയും അവരുടെ ഉള്ളിൽ കോഴ്സ് നടത്തണം. വെറുതെ നമ്മൾ ജ്ഞാനം മാത്രം പറഞ്ഞു കൊടുത്താൽ പോരാ, ജ്ഞാനത്തിനൊപ്പം അവർക്ക് എന്താണ് കൊടുക്കേണ്ടത്? വരദാനങ്ങളും സർവശക്തികളും. 1 സെക്കൻഡിൽ അവർക്ക് അനുഭൂതി ചെയ്യാനായിട്ട് സാധിക്കണം. തബഹി സർവ ആത്മാओं को रूहों की दुनिया में बाप के साथ ले जा सकेंगे. അപ്പം മാത്രമേ സർവ ആത്മാക്കളെയും ബാബയോടൊപ്പം പരംധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ കഴിയുള്ളൂ അല്ലേ? അപ്പോൾ ലക്ഷ്യമേതാണ്? മടക്കയാത്ര, വീട്ടിലേക്ക് തിരിച്ചു പോവുക. അപ്പം ആ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടി ബാബ പറഞ്ഞതെന്താ? ആളുകൾക്ക് ലക്ഷ്യത്തിൻ്റെ ഉണർവ് ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ അവർക്ക് കൊടുക്കണം എന്നുള്ളൊരു സങ്കല്പം നമ്മൾ കുട്ടികളുടെ ഉള്ളിലാണ് ഉണ്ടാക്കേണ്ടത്. അശരീരി ഭവ, നിരാകാരി ഭവ, നിരഹങ്കാരി और निर्विकारी भवा का वरदान वरदादा द्वारा प्राप्त हो चुका है ना. ബാബ പറയുന്ന കുട്ടികളെ, ബാബയിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന വരദാനങ്ങൾ എന്തൊക്കെയാണ്? ഈ വരദാനങ്ങളൊക്കെ നിങ്ങൾ പ്രാപ്തമാക്കിയതല്ലേ? ബാബ എന്തൊക്കെയാണ് കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന വരദാനങ്ങൾ? അശരീരിയായി ഭവിക്കൂ, നിരാകാരിയായി ഭവിക്കൂ, നിരഹങ്കാരിയായി ഭവിക്കൂ, നിർവികാരിയായി ഭവിക്കൂ. നിരഹങ്കാരിയായി ഭവിക്കൂ, ഒപ്പം എന്താ? നിർവികാരിയായി ഭവിക്കും. ഇതൊക്കെയാണ് ബാബ കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന വരദാനങ്ങൾ. ബാബ വരദാതാവാണ് അല്ലേ? അപ്പോൾ സ്വയം ഭഗവാനാകുന്ന വരദാതാവ് നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെ വരദാനങ്ങൾ തന്നു കഴിഞ്ഞു? ബാബ പറയണ, കുട്ടികളെ, നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന വരദാനമാണ് അശരീരിയായി ഭവിക്കൂ 1 സെക്കൻഡിൽ. അടുത്തത് എന്താ? നിരാകാരിയായി ഭവിക്കൂ, നിരഹങ്കാരിയായി ഭവിക്കൂ, നിർവികാരിയായി ഭവിക്കൂ. നമുക്ക് 1 മിനിറ്റ് 1 സെക്കൻഡിൽ അശരീരിയായി നിരാകാരി ലോകത്തിലെ നിരാകാരനായ ബാബയുടെ സന്മുഖത്തിരിക്കുന്നതായിട്ടുള്ള അനുഭവം നമുക്ക് ചെയ്യാം. 1 സെക്കൻഡിൽ ശരീരത്തിൽ നിന്ന് വേർപെട്ടു അശരീരിയായി 1 സെക്കൻഡിൽ ബാബയുടെ അടുക്കലെ നിരാകാരി ലോകത്തെത്തി. ആ നിരാകാരി ലോകത്ത് സർവശക്തിവാനായ ജ്ഞാനത്തിൻ്റെ സൂര്യനായ ബാബയുടെ സന്മുഖത്തിരുന്ന് സർവവരദാനങ്ങളും പ്രാപ്തമാക്കുന്ന അനുഭവം നമുക്ക് ചെയ്യാം. ചെയ്തു എല്ലാവരും പ്രാക്ടീസ്.
ബാബ പറയില്ലേ, ഏറ്റവും കൂടുതലായിട്ട് ആത്മാവിൽ ചാർജ് ചെയ്യുന്ന അഭ്യാസമാണ് അശരീരി സ്ഥിതി, നിരാകാരി അവസ്ഥ. ഒരു ദിവസത്തിൽ ഇത് പല പ്രാവശ്യം ചെയ്യുമ്പോൾ അത്രത്തോളം നമ്മുടെ ഉള്ളിലെ ചാർജ് നിറയാണ്. अब ऐसे वरदान को साकार रूप में लावो. ഇപ്പോൾ ഈ വരദാനത്തെ കുട്ടികൾ എന്ത് ചെയ്യണം? സാകാരത്തിലേക്ക് കൊണ്ടുവരണം. അർത്ഥാത് സ്വയം को ज्ञान मूर्त, याद मूर्त और साक्षात्कार मूर्त बनाओ. എന്താണ് അതിനർത്ഥം? ഓർമ്മയുടെ സ്വരൂപമായി മാറുക, ജ്ഞാനത്തിൻ്റെ സ്വരൂപമായി മാറുക, സാക്ഷാത്കാരമൂർത്തിയായി മാറുക. ബാബ തന്നിരിക്കുന്ന ഈ വരദാനങ്ങളുടെ പ്രാക്ടിക്കൽ സ്വരൂപം. ഈ വരദാനങ്ങൾ ഓരോന്നും നമ്മൾ സ്വായത്തമാക്കിയിട്ടുണ്ടെങ്കിൽ സാകാരത്തിലെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ആരായിട്ടുണ്ടാകും? നമ്മൾ ജ്ഞാനത്തിൻ്റെ മൂർത്തികളാകും, ഓർമ്മയുടെ മൂർത്തികളാകും, ഒപ്പം നമ്മൾ സാക്ഷാത്കാര മൂർത്തികളുമാകും. जो भी सामने आए उसे मस्तक द्वारा मस्तक मणि दिखाई दे, नयनों द्वारा ജ്വാല ദിക്കായി ദേ. ബാബ പറയണേ, ആര് നിങ്ങളുടെ സമ്പർക്കത്തിലേക്ക് വന്നാലും, നിങ്ങളുടെ മുന്നിലേക്ക് ഏത് തരത്തിലുള്ള ആളുകൾ വന്നാലും നിങ്ങളുടെ മസ്തകത്തിലൂടെ മസ്തകമണി കാണപ്പെടണം, ആത്മസ്വരൂപത്തെ കാണപ്പെടണം. നമ്മുടെ ഉള്ളിലെ ആത്മസ്മൃതിയും നമ്മുടെ ഉള്ളിലെ ആത്മബോധവും നമ്മുടെ അശരീരി സ്ഥിതിയുടെ അഭ്യാസത്തിലൂടെയും നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആത്മാക്കൾക്ക് ആത്മാവിൻ്റെ സാക്ഷാത്കാരം ചെയ്യിപ്പിക്കും. അവർക്കും സ്വയം റിയലൈസേഷൻ ഉണ്ടാകും, അതെ, ഞാൻ ഈ കാണുന്ന ദേഹമല്ല, ഞാനൊരു ആത്മാവാണ്. നമ്മുടെ ആത്മബോധത്തിൻ്റെ വൈബ്രേഷൻസ് അനേക ആത്മാക്കളെ ആത്മബോധമുള്ളവരാക്കി മാറ്റും. അടുത്തത് എന്താണ്? നമ്മുടെ കണ്ണുകളിൽ ജ്വാല കാണപ്പെടണം. സർവശക്തികളുടെയും പ്രകാശത്തിൻ്റെ തരംഗങ്ങൾ അനേക ആത്മാക്കളിലേക്ക് എത്തിപ്പെടണം. മുഖദ്വാര വരദാൻ കി ബോൽ നിക്കൽത്തി ഹുയെ ദിഖായത്. നമ്മൾ എന്ത് പറയുന്നു, ആ പറയുന്ന വാക്കുകൾ മറ്റ് ആത്മാക്കൾക്ക് വരദാനങ്ങളായി മാറും. മുത്തുകളായിരിക്കണം, പവിഴങ്ങളായിരിക്കണം. ജ്ഞാനത്തിൻ്റെ ശബ്ദങ്ങൾ മാത്രം വായിൽ നിന്നും വീഴണം. നമ്മൾ പണ്ടേ പറയില്ല, ശാപവാക്കുകൾ വീഴാൻ പാടില്ല. പകരം വായിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ അനുഗ്രഹങ്ങളായിരിക്കണം എന്ന് പറയും. അനുഗ്രഹങ്ങളെയാണല്ലോ ബാബ മറ്റൊരു ഭാഷയിലെ വരദാനങ്ങളെന്ന് പറയും. ഭഗവാൻ നമുക്ക് അനുഗ്രഹമായി പലതും ബാബ തന്നു. ഇനി ബാബ പറയുന്നത്, നിങ്ങളുടെ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? സാക്ഷാത്കാരമൂർത്തിയായി, ജ്ഞാനത്തിൻ്റെ സ്വരൂപമായി, യോഗത്തിൻ്റെ സ്വരൂപമായി മാറിക്കൊണ്ട് എന്തൊക്കെയാണ് നടത്തേണ്ടത്? മസ്തകത്തിലൂടെ അനേക ആത്മാക്കൾക്ക് ആത്മാവിൻ്റെ സാക്ഷാത്കാരം ചെയ്യിപ്പിക്കുക. കണ്ണുകളിലൂടെ സർവശക്തികളുടെയും പ്രകാശത്തിൻ്റെ തരംഗങ്ങൾ ജ്വാല പ്രകാശിക്കണം. വായിലൂടെ വരേണ്ടത് എന്താണ്? വരദാനങ്ങളാകുന്ന ശബ്ദങ്ങൾ മാത്രം. जिसे अब तक बाप दादा की महावाक्यों को साकार स्वरूप देने के लिए निमित्त बनने आए हो. ബാബ പറയണത്, ഇപ്പം നോക്കൂ, നമ്മൾ കുട്ടികളെല്ലാവരും ഭഗവാൻ എന്തൊക്കെ മഹാവാക്യങ്ങൾ ഉച്ചരിക്കുന്നുണ്ടോ ആ മഹാവാക്യങ്ങളെ സാകാര സ്വരൂപത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുന്നവരാണ്. അങ്ങനെയാണല്ലോ നമ്മൾ, അല്ലേ? ബാബ എന്ത് മഹാവാക്യങ്ങൾ പറഞ്ഞാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഇച്ഛ എന്താ? ആ ബാബ പറയുന്നതിനെ എനിക്ക് പ്രാക്ടിക്കലാക്കണം, ബാബ പറയുന്നത് മൊത്തം എനിക്ക് ഫോളോ ചെയ്യണം, അതല്ലേ നമ്മുടെ ആശ. അതിന് നമ്മൾ കുട്ടികൾ നിമിത്തമായി മാറുന്നുണ്ട്. അബ് ഈ സ്വരൂപക്കോ സാകാർ ബനാവ്. ഇപ്പോൾ ബാബ എന്താ പറയുന്നത്? ഈ പറഞ്ഞ സ്വരൂപങ്ങളെ സാകാരത്തിലേക്ക് കൊണ്ടുവരണം. ഇതുവരെയ്ക്കും നമ്മൾ ചെയ്തത് എന്താണ്? ബാബ പറഞ്ഞ ശബ്ദങ്ങളെയൊക്കെ നമ്മൾ പ്രാക്ടിക്കലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കി. ഇനി ബാബ പറയേണ്ടത് വരദാനങ്ങളെ സ്വരൂപത്തിലേക്ക് കൊണ്ടുവരുന്നവരായിട്ട് മാറണം. ബാപ് ദാദാ बच्चों के स्नेह, सहयोग और सेवा पर बार बार संतुष्टता की पुष्प चढ़ा रहे हैं.
ബാബ പറയാണ്, ഓരോ കുട്ടികളുടെയും സ്നേഹത്തിൻ്റെയും സഹയോഗത്തിൻ്റെയും സേവനത്തിനെയും കണ്ടിട്ട് ബാബ സന്തുഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ബാബ എന്താ ചെയ്യുന്നത്? ഓരോ കുട്ടികളും ചെയ്യുന്ന സേവനത്തിൻ്റെ അടിസ്ഥാനത്തിലും അവർ ബാബയ്ക്ക് കൊടുക്കുന്ന സഹയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലും അവർക്ക് ബാബയോട് എത്ര സ്നേഹമുണ്ടോ ആ സ്നേഹത്തിലെ ബാബ സന്തുഷ്ടമാണ്. സന്തുഷ്ടതയുടെ പുഷ്പം ബാബ കുട്ടികളിൽ വർഷിക്കുകയാണ്. ബാബ നമ്മളിൽ എന്താണ്? സന്തുഷ്ടതയുടെ പുഷ്പം ബാബ ചുരികയാണ്. എന്ത് കണ്ടിട്ട്? നമ്മൾ കുട്ടികളുടെ സ്നേഹവും സഹയോഗവും സേവനവും കണ്ടിട്ട്. മെഹനത് പർ ധന്യവാദ് ദേ രഹേ ഹെ. നമ്മൾ കുട്ടികൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. ആ പരിശ്രമത്തിൽ ഭഗവാൻ പോലും നമ്മൾ കുട്ടികളോട് കൃതജ്ഞത പറയാണ്, അല്ലെ? ധന്യവാദ്, അല്ലെ? കാരണം അത്രയും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? പരിശ്രമിക്കുന്നുണ്ട്. സാത്ത് സാത്ത് भविष्य के लिए निमंत्रण भी देते हैं. अब जल्दी जल्दी तीव्र गति से ही हो रही है. ഈശ്വരീയ സേവാക്കോ സമ്പന്ന കരം. പക്ഷെ ബാബ എന്താ പറയണമെന്നറിയാം? അത് മാത്രം പോരെ. ഭാവിയിലേക്ക് വേണ്ടി ബാബ പറയാണ്, കുട്ടികളെ സമയം തീരാറ്, വളരെ പെട്ടെന്ന് സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ബാബ എത്രയോ വർഷങ്ങളായിട്ട് നോക്കൂ, അന്തിമ നിമിഷങ്ങൾ, അന്തിമ സെക്കൻഡുകൾ, അന്തിമ ദിനങ്ങൾ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ നമ്മുടെ കൺമുന്നിൽ ആ ദിനങ്ങളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ബാബ പറഞ്ഞ ശബ്ദമാണിത്. ആ ശബ്ദത്തിലെ നോക്കണം, അല്ലേ? ബാബ എന്താ പറയുന്നത്? കുട്ടികളെ സേവനത്തിന് വേണ്ടി നിങ്ങൾ കുട്ടികളെ പൂർത്തിയാക്കണം. സേവയെ നിങ്ങൾ കുട്ടികൾ വേഗം വേഗം അങ്ങോട്ട് ചെയ്ത് തീർക്കണം. അർത്ഥാത് സ്വയം കോ ബാബ് സമാൻ ബനാവും. ബാബ പറയണതിന് അർത്ഥം എന്താണ്? നിങ്ങൾ സ്വയം ബാബയ്ക്ക് സമാനമായി മാറും. അതായത് സമയം തീരാറായി, എത്രയും പെട്ടെന്ന് കുട്ടികൾ റെഡിയാകൂ. ഇനി എങ്ങനെ റെഡിയാകണം എന്നാ ബാബ പറഞ്ഞത്? ബാബയ്ക്ക് സമാനമായി മാറും. बाप के आह्वान को पसारी हुई बाहों में समा जाओ और समान बन जाओ. ബാബ പറയണേ, നോക്കൂ, ബാബ നമ്മൾ കുട്ടികളെ ആഹ്വാനം ചെയ്യാൻ, ബാബ തൻ്റെ 1000 കൈകൾ ബാബ ഇങ്ങനെ വിരിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ബാബ പറയണ, കുട്ടികളെ ബാബയുടെ 1000 കൈകളിലെ നിങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് വന്നിട്ട് അലിഞ്ഞു ചേരണം. അലിഞ്ഞു ചേർന്ന് ബാബ അത്രയും ബാബയുടെ കൈകൾ ബാബ അങ്ങനെ വിരിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മൾ ആ കൈകളിലേക്ക് നമ്മൾ അലിഞ്ഞു ചേരിക്കാം. അതിനർത്ഥം ബാബയ്ക്ക് സമാനമായി മാറും. ബാബ നമ്മളെ ആഹ്വാനം ചെയ്യാണ്. സ്നേഹ കാ പ്രത്യക്ഷ സ്വരൂപ ഹേ സമാൻ ബൻ ജാൻ. ബാബ പറയുന്ന കുട്ടികളെ, സ്നേഹത്തിൻ്റെ പ്രത്യക്ഷ തെളിവാണ് ബാബയ്ക്ക് സമാനമായി മാറും. നമ്മൾ വെറുതെ എനിക്ക് ബാബയുടെ സ്നേഹമുണ്ട്, എനിക്ക് ബാബയുടെ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ് നടന്നാൽ പോരാ നമ്മൾ, അല്ലേ? നമ്മളെന്താകണം? ഈശ്വരന് സമാനമായി മാറണം. എന്താണ് ഈശ്വരന് സമാനമായി മാറുക എന്ന് വെച്ചാൽ, ബാബയുടെ ഗുണങ്ങൾ എന്തുണ്ടോ അത് നമ്മളിലുണ്ട്, ബാബയുടെ ശക്തികൾ എന്തുണ്ടോ അത് നമ്മളിലുണ്ട്. എന്താണോ ഈശ്വരൻ്റെ കർത്തവ്യം അത് തന്നെയായിരിക്കണം നമ്മുടെയും കർമ്മം. അങ്ങനെ ബാബയുടെ ഓരോ ഗുണങ്ങളും ഓരോ ശക്തികളും ബാബയുടെ മുഴുവൻ കാര്യങ്ങളും നമ്മളിൽ കാണപ്പെടും. നമ്മളെ കണ്ടാൽ ആളുകൾ പറയണം, ശരിക്കും ഇവരെ ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. ഈശ്വരൻ്റെ ഗുണങ്ങളെല്ലാം ഇവരിൽ കാണപ്പെടുന്നുണ്ട്. നമ്മുടെ മമ്മിയെക്കുറിച്ചും അല്ലെ ദാദിമാരെക്കുറിച്ചും ബ്രഹ്മ ബാബയെക്കുറിച്ചും നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്? മമ്മ എങ്ങനെയായിരുന്നു? ബാബയ്ക്ക് സമാൻ സ്ഥിതിയായിരുന്നു. ബ്രഹ്മ ബാബയും എങ്ങനെയായിരുന്നു? നിരാകാരനായ ശിവബാബയ്ക്ക് സമാനമായിരുന്നു. അതേപോലെ നമ്മുടെ പോയ ദാദിമാർ ബാബയുടെ യജ്ഞം ഇത്രയും വിസ്താരത്തിലേക്ക് പോവുകയാണ്. പക്ഷെ ആ യജ്ഞം ഇത്രയും വിസ്താരത്തിലേക്ക് പോകുമ്പോഴും അവർ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷ തെളിവായിട്ടിരുന്നു, കാണിച്ചു, അവർ ജീവിച്ച് കാണിച്ചു ബാബയ്ക്ക് സമാനമായ സ്ഥിതിയെന്ന്. അപ്പം നമുക്കും എന്ത് ചെയ്താൽ മതി? ബ്രഹ്മ ബാബ എങ്ങനെ ജീവിച്ചോ, മമ്മ എങ്ങനെ ജീവിച്ചോ, നമ്മുടെ ദാദിമാരെങ്ങനെ ജീവിച്ചോ അവരെ നമ്മൾ ഫോളോ ചെയ്താൽ മതി. അവർക്കും കർമ്മമുണ്ടായിരുന്നു, ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ബാബയുടെ യജ്ഞത്തിൽ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം ഒരു ചെറിയ കുടുംബമായിരിക്കും, അല്ലേ? അച്ഛൻ, അമ്മ, 2 മക്കൾ. പക്ഷേ അവരുടെ ഉത്തരവാദിത്വം വിശ്വത്തിൻ്റെ മംഗളമായിരുന്നു.
വിശ്വപരിവർത്തനത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടമാണ് നമ്മുടെ ദാദിമാരും ബ്രഹ്മാബാബയും മമ്മയും ഒക്കെ ഏറ്റെടുത്തത്. പക്ഷെ ഇത്രയും ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ അവർ ഏറ്റെടുത്ത് ആ ഉത്തരവാദിത്തങ്ങളെ സാകാരത്തിൽ കർമ്മത്തിൽ അവർ നിർവഹിക്കുമ്പോഴും അവരുടെ സ്ഥിതി ബാബയ്ക്ക് സമാനമായിരുന്നു. അപ്പോൾ ബാബയും കുട്ടികളോട് പറയാണ്, നിങ്ങൾക്കും ഈശ്വരനോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ പ്രത്യക്ഷ തെളിവിതായിരിക്കണം ബാബയ്ക്ക് സമാനമായി മാറുക. ആജ് ഹി ബാബ്ദാദാ കെ സാത്ത് ചലേങ്കി, ബാബ ചോദിക്കണം, ഇന്ന് നിങ്ങൾ കുട്ടികളെ ഞാൻ വിളിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ബാബയോടൊപ്പം പോകാൻ തയ്യാറാണ്? ചില ആളുകൾ പറയില്ലേ, ഓ ഞാൻ ഇന്നേക്കിന്ന് ദൈവത്തിൻ്റെ ഒപ്പം പോകാൻ തയ്യാറാണ്. പക്ഷെ ദൈവം അങ്ങനെയൊന്നും നമ്മളെ കൂട്ടിക്കൊണ്ടു പോവില്ല അല്ലേ? അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഭഗവാൻ നമ്മുടെ കുട്ടികളെ കൂട്ടിക്കൊണ്ടൊന്നും പോവില്ല. ബാബയോടൊപ്പം പോകണമെങ്കിൽ അതിന് ചില യോഗ്യതകൾ വേണം. ആ യോഗ്യതകളാണ് ബാബ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തരുന്നത്. നിങ്ങൾക്ക് എന്നോടൊപ്പം പോകണം, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണം എങ്കിൽ ചില യോഗ്യതകൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ആ യോഗ്യതകൾ ഉണ്ടാക്കാനുള്ള പുരുഷാർത്ഥത്തിലാണ് നമ്മൾ കുട്ടികൾ മുഴുകിയിരിക്കുന്നത്. ബാബ ചോദിക്കണം, ഐസെ എവറഡി ഹോ യാ ഹോ രഹി ഹേ സേവാ കാ ശുഭ സംബന്ധ ഖീഞ്ചീങ്ക. ബാബ ചോദിക്കണം, കുട്ടികളെ നിങ്ങൾ പോവാൻ ഇത്രത്തോളം റെഡിയാണ്? ബാബ ഈ സെക്കൻഡിൽ വിളിക്കുകയാണ്, ബാബ ഇങ്ങനെ റെഡിയാണ്. ദേഹമില്ല, ദേഹസംബന്ധികളില്ല, സേവനങ്ങളിലൊന്നുമില്ല. ഒരു സെക്കൻഡിൽ മനസ്സും ബുദ്ധിയും കൂടി ഇതാ ഞാൻ ബാബയുടെ ഒപ്പം എത്തിച്ചേർന്നു, ബാബയോടൊപ്പം യാത്രയായി. അതോ ബാബ ചോദിക്കുകയാണ്, സേവനത്തിൻ്റെ ശുഭസംബന്ധങ്ങൾ നിങ്ങൾ കുട്ടികളെ പിടിച്ചു വലിക്കുമോ? അതോ നമ്മൾ ബാബയുടെ അടുത്ത് പറയും, ബാബ എനിക്ക് ഇന്ന സേവ ചെയ്യാനുണ്ട്, ഇന്ന കാര്യം പൂർത്തിയാക്കിയിട്ടില്ല. ദൈവത്തിനോട് നമുക്ക് കാത്തിരിക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ? ബാക്കി മനുഷ്യരോട് നമുക്ക് കുറച്ചും കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്ന് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് രണ്ടുപേരോട് നമുക്കൊരിക്കലും കാത്തിരിക്കൂ എന്ന് പറയാൻ പറ്റില്ല. ഒന്ന് കാലത്തിനോടും ഒന്ന് മഹാകാലനോടും. കാലത്തിനോടും വെയിറ്റ് ചെയ്യൂ എന്ന് പറയാൻ പറ്റില്ല, അതതിൻ്റെ പാട്ടിൽ പൊയ്ക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ ബാബ മഹാകാലനാണ്, കാലത്തിൻ്റെയും മുകളിലിരിക്കുന്ന ശക്തിയാണ്. ബാബയോട് നമുക്ക് കാത്തിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, എൻ്റെ ഒപ്പം നിങ്ങൾ കുട്ടികളെ പോവാൻ റെഡിയാണോ? നിങ്ങൾ ഒരു സെക്കൻഡിൽ ഞാൻ വിളിച്ചാൽ ഇതൊക്കെ വിട്ടിട്ട് നിങ്ങൾ കുട്ടികൾ വരൂ എൻ്റെ കൂടെ. സർവകാര്യ സമ്പന്ന കർദിയാഹേ യ അഭി രഹാ ഹുവാഹേ. ബാബ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കഴിഞ്ഞോ? അതോ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കിയുണ്ടോ ചെയ്യാനായിട്ട്? ഫിർ വദൻസി കരേങ്കെ, അതോ നിങ്ങൾ അതൊക്കെ വന്ന് സൂക്ഷ്മവദനത്തിൽ നിങ്ങൾ ചെയ്യും? നമ്മൾ അങ്ങനെയാണല്ലോ, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, പക്ഷെ എവിടേക്കെങ്കിലും നമുക്ക് പോകേണ്ടതായിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എടുത്ത് ശരി അവിടെ പോയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാം നമ്മൾ പാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? അവിടെ പോയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അതുപോലെ ആയിരിക്കും ഐസേ ഹി അപ്പന നിജ സ്വരൂപ് വാ വരദാനി സ്വരൂപ് സദാ സ്മൃതി മേ രഹ്നാ ചാഹി. ബാബ പറയുന്ന കുട്ടികളെ പോകുന്നതിന് വേണ്ടി നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടത് എന്തെന്നറിയൂ? അവനവൻ്റെ വരദാനി സ്വരൂപത്തിൻ്റെ സ്മൃതി സദാ ഉണ്ടായിരിക്കണം. അപവിത്രതാക്ക വിസ്മൃതിക്ക നാം നിശാൻ ബി നരഹി. ബാബ പറയുന്ന കുട്ടികളെ അപവിത്രതയും ഒപ്പം വിസ്മൃതിയും, ഇത് രണ്ടിൻ്റെയും പേരോ അടയാളമോ പോലും നിങ്ങളിൽ ഉണ്ടാക്കരുത്. ഇസ്കു കഹാ ജാത്താ ഹേ വരദാൻ ക കോഴ്സ് കർണ. ഇതിനെയാണ് പറയുന്നത് വരദാനത്തിൻ്റെ കോഴ്സ് എന്ന് പറയുന്നത്. എന്താണ് വരദാനം? വരദാനത്തിൻ്റെ കോഴ്സ് എന്തായിരിക്കണം? ആത്മാവിൽ അപവിത്രതയുടെ അംശം പോലും ഉണ്ടാകരുത്, ഒപ്പം വിസ്മൃതിയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത്. ഇതിനെയാണ് പറയുന്നത് വരദാനത്തിൻ്റെ കോഴ്സ് എന്ന്. जैसे आप लोग साप्ताहिक कोर्स समाप्त करने के सिवाय किसी भी आत्मा को क्लास में जाने नहीं देते हो. സാധാരണ നമ്മുടെ സെൻറ്ററിലൊരു സിസ്റ്റം ഉണ്ടല്ലോ, 7 ദിവസത്തെ ക്ലാസ് കഴിയാത്ത ഒരാളെയും നമ്മൾ നമ്മുടെ മുരളി ക്ലാസ്സിൽ ഇരിക്കാനുള്ള അനുവാദം നമ്മൾ അവർക്ക് കൊടുക്കാറില്ല. ऐसे ही ब्राह्मण बच्चे जो ये प्रैक्टिकल कोर्स समाप्त नहीं करते तो जानते हो कि बाप दादा उन्हें कौन सी क्लास में जाने नहीं देते. അതേപോലെ
ബ്രാഹ്മണ കുട്ടികളായിരിക്കുന്ന നിങ്ങൾക്കും പ്രാക്ടിക്കലായിട്ട് ഈ കോഴ്സ് നടക്കണം. ഏതാണ് പ്രാക്ടിക്കൽ കോഴ്സ്? വരദാനി സ്വരൂപമായി മാറുക, അപവിത്രതയുടെയോ വിസ്മൃതിയുടെയോ പേരോ അടയാളമോ പോലും ഉണ്ടാകരുത്. ഇതാണ് നമ്മുടെ കോഴ്സ്. ബ്രാഹ്മണ കുട്ടികളായി മാറിക്കഴിഞ്ഞാൽ ഇതാണ് കോഴ്സ്. ഈ കോഴ്സ് പൂർത്തിയാകാതെ നിങ്ങളുടെ കുട്ടികളെ ബാബ ഒരു ക്ലാസ്സിലേക്ക് പറഞ്ഞേക്കില്ല. ഒരു ക്ലാസ്സിലേക്ക് പോകാനുള്ള അനുവാദം ബാബ കുട്ടികൾക്ക് തരില്ല. ബാബ ചോദിക്കുകയാണ്, ഫസ്റ്റ് ക്ലാസ് മേ ദാഖിൽ നഹീ ഹോ സക്തി, ഫസ്റ്റ് ക്ലാസ് കോൺ സാഹി. അപ്പോൾ ബാബ ചോദിക്കുന്നത് ഏത് ക്ലാസ് ആയിരിക്കും അല്ലേ? ആ ക്ലാസ്സാണ് ബാബ പറയുന്നത് ഫസ്റ്റ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ് ആകുന്ന ഡിവിഷനിലേക്ക് നിങ്ങൾ കുട്ടികൾക്ക് വരാൻ സാധിക്കില്ല. അതായത് അപവിത്രതയുടെ പേരോ അടയാളമോ പോലും ഉണ്ടാകരുത്, വിസ്മൃതിയുടെയും പേരോ അടയാളമോ പോലും ഉണ്ടാകരുത്. ഈ കോഴ്സ് പൂർത്തിയാക്കിയവരെ മാത്രമേ ബാബ ഏത് ഡിവിഷനിലേക്ക് കൊണ്ടുപോകുള്ളൂ? ഫസ്റ്റ് ക്ലാസ് ഡിവിഷനിലേക്ക്. ആ ക്ലാസ്സിലേക്ക് ബാബ നമ്മളെ പറഞ്ഞേക്കാനുള്ള അനുവാദം തരുള്ളൂ. फर्स्ट क्लास में जाने के लिए ये 2 मुख्य वरदान പ്രാക്ടിക്കൽ രൂപമേ चाहिए. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന ഡിവിഷനിലേക്ക് പോകുന്നതിന് വേണ്ടി ഈ 2 മുഖ്യമായ വരദാനങ്ങൾ പ്രാക്ടിക്കലായിട്ട് ആവശ്യമാണ്. വിസ്മൃതി വ അപവിത്രത ക്യാ ഹോത്തി, ഇസ്കി അവിദ്യ ഹോ ജായ്. ബാബ പറയുന്ന കുട്ടികളെ, നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പറയട്ടെ. സ്മൃതി സ്വരൂപ, അവസാനത്തെ നമ്മുടെ സ്ഥിതി അതാണ്. അതേപോലെ സമ്പൂർണ്ണ പവിത്രത. ഈ സമ്പൂർണ്ണ പവിത്രതയിലും സ്മൃതി സ്വരൂപമായിട്ട് മാറുമ്പോഴും നമ്മൾ കുട്ടികൾക്ക് എന്താണ് വിസ്മൃതി അറിയില്ല. അത് അവിദ്യയായിരിക്കും. അപവിത്രത, അഴുക്ക്, അതെന്താണെന്ന് നമുക്കറിയില്ല. ആ അവസ്ഥയിലേക്ക് നമ്മൾ കുട്ടികൾ എത്തിപ്പെടണം. തും സംഗം പർ ഉപസ്ഥിത് ഹോന तो ऐसे अनुभव हो, ये संस्कार व स्वरूप मेरा नहीं है बल्कि मेरे पूर्व जन्म का था. ബാബ പറയുന്ന കുട്ടികളെ, നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? സംഗമയുഗത്തിലാണ്. ഇനി അപവിത്രതയാണെങ്കിലും വിസ്മൃതിയാണെങ്കിലും ഇതൊക്കെ എൻ്റെ പൂർവ്വജന്മത്തിലുള്ളത്. സംഗമയുഗത്തിൽ ബ്രാഹ്മണ ജന്മത്തിലുള്ളതല്ല ഇതൊക്കെ. ഇതെൻ്റെ മരിച്ചുപോയ ജന്മത്തിലെ ഉള്ളതാണ്. अब नहीं है, ഇപ്പതൊന്നും എൻ്റെയല്ല. मैं ब्राह्मण हूँ और ये तो शूद्रों का संस्कार व स्वरूप है. ऐसे अपने से भिन्न अर्थात दूसरे के संस्कार है, ऐसे अनुभव होना, इसको कहा जाता है न्यारा और प्यारा. ബാബ പറയണേ, ശൂദ്രൻ്റെ സംസ്കാരമാണ് അപവിത്രത, ശൂദ്രൻ്റെ സംസ്കാരമാണ് വിസ്മൃതി. ഇതൊന്നും എൻ്റേതല്ല. ബാബ പറയണ ഈ ഒരു അനുഭവം നിങ്ങൾ കുട്ടികൾക്കുണ്ടാകണം. ഈ അനുഭവം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ മാത്രം നിങ്ങൾ എന്ത് പറയാം? നിങ്ങൾ നിർമോഹിയാണ്, സ്നേഹിയാണ്. എങ്ങനെയായിരിക്കണം അപ്പം നമ്മൾ കുട്ടികൾ? അപവിത്രത എന്ന് പറയുന്നത് എൻ്റെ പൂർവ്വജന്മത്തിലെ സംസ്കാരമാണ്, അതെന്നിൽ നിന്നും വേറെയാണ്, ഞാൻ ബ്രാഹ്മണാത്മാവാണ്, ആ സംസ്കാരത്തെക്കുറിച്ച് എനിക്ക് അവിദ്യയാണ്, ഇതെന്നൊക്കെ ഞാൻ വേറിട്ടതാണ്. ഈ ഒരു അനുഭവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ കുട്ടികളെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും? നമ്മളാരാ? നിർമോഹിയാണ്, സ്നേഹിയാണ്. ജैसे देह और देही दोनों अलग अलग दो वस्तुएं हैं. ബാബ പറയാണ് കുട്ടികളെ, ദേഹം ദേഹി ഇത് രണ്ടും രണ്ടല്ലേ, അല്ലെ? 2 വസ്തുക്കളാണ്. ലേക്കിൻ അജ്ഞാൻ വശ് ദോനോംകു മിലാ ദിയാ ഗയാ. പക്ഷെ നമ്മൾ അജ്ഞാനത്തിൻ്റെ കാലത്ത് എന്തായിരുന്നു? ഇത് രണ്ടും ഒന്നാണെന്ന് വിചാരിച്ചു അല്ലേ? ദേഹവും ദേഹിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നമുക്ക് യാതൊരു അറിവുണ്ടായിരുന്നില്ല. ആ അറിവില്ലായ്മയാണല്ലോ നമ്മൾ അജ്ഞാനം എന്ന് പറഞ്ഞത് അല്ലെ, അജ്ഞത എന്ന് പറഞ്ഞത്. ഇരുട്ടിൽ തപ്പിത്തടയായിരുന്നു. പക്ഷെ ഇപ്പോൾ ബാബ കുട്ടികൾക്ക് രണ്ടും തമ്മിൽ വളരെ നന്നായിട്ട് സ്പഷ്ടമാക്കി ബാബ പറഞ്ഞു എന്താണ് ദേഹം, എന്താണ് ദേഹി. ഇത് രണ്ടും തമ്മിൽ വളരെ വ്യക്തമായിട്ടുള്ള ജ്ഞാനം ഇപ്പം നമ്മുടെ ബുദ്ധിയിലുണ്ട്. ബാബ പറഞ്ഞു ലേക്കിൻ അജ്ഞാൻ വശ് മേരെക്കോ മേ സമജ് ലിയാ ഗയാ. പക്ഷെ പണ്ട് കാലത്ത് എന്തായിരുന്നു? ഞാൻ എന്നുള്ളതിനെ നമ്മൾ എന്താക്കി മാറ്റി അല്ലേ? എൻ്റെ എന്ന് പറയുന്ന ഈ ശരീരം തന്നെയാണ് ഞാൻ, അതായിരുന്നു നമ്മുടെ വിചാരം. ഈ കാണുന്ന ദേഹം അതാണ് ഞാൻ എന്ന് വിചാരിച്ച് നടന്നു. അതാണ് നമ്മുടെ അജ്ഞത.
और इसी गलती के कारण इतनी परेशानी दुख तथा അശാന്തി പ്രാപ്തിക്ക് ബാബ പറയുന്ന കുട്ടികളെ ഈ ഒരൊറ്റ തെറ്റിദ്ധാരണ. ഏത് തെറ്റിദ്ധാരണ? ഈ ദേഹമാണ് ഞാൻ, ഇതെൻ്റെ ശരീരമാണ്. പക്ഷേ ഈ ശരീരത്തെ തന്നെ എന്താണെന്ന് വിചാരിച്ചു? ഞാനെന്ന് വിചാരിച്ചു. ഈ ഒരൊറ്റ തെറ്റിദ്ധാരണ നിങ്ങൾ കുട്ടികളെ എവിടേക്കാണ് എത്തിച്ചത്? വളരെ നിങ്ങൾ ടെൻഷനായി, ബലഹീനരായി മാറി. ബാബ പറയണ എത്ര ദുഃഖം നിങ്ങൾ അനുഭവിച്ചു, എത്ര അശാന്തി നിങ്ങൾ കുട്ടികളെ പ്രാപ്തമാക്കി. ऐसे ही अपवित्रता और विस्मृति के संस्कार जो मेरे अर्थात ബ്രാഹ്മൺപൻ കെ നഹി ഹെ. അതേപോലെ സംഗം യുഗത്തിൽ നമ്മൾ കുട്ടികളിപ്പോൾ ബ്രാഹ്മണരാണ്. അതുകൊണ്ട് അപവിത്രത എൻ്റേതല്ല, വിസ്മൃതിയും എൻ്റേതല്ല. ബാബ പറയണത് ഇത് ബ്രാഹ്മണ ജീവിതത്തിൽ നിന്ന് വേറെയാണ്, അതിൻ്റെ പൂർവ്വജന്മത്തിലുള്ളതാണ്. പൂർവ്വജന്മത്തിൽ നിന്ന് നമ്മൾ കുട്ടികൾ മരിച്ചു, ഇപ്പോൾ സംഗമയുഗത്തിലെ ബ്രാഹ്മണ ജന്മത്തിൽ ജീവിക്കുകയാണ്. ബാബ പറയണത് ഇനോം കോബി മേരി സമജ്നെ സേ മായാക്കി വശോ ജാത്തേ. ഇനി എത്രത്തോളം ഈ ശൂദ്രൻ്റെ സംസ്കാരത്തിനെ എൻ്റേതാണെന്ന് മനസ്സിലാക്കുന്നോ അത്രത്തോളം മായയുടെ നിയന്ത്രണത്തിലേക്ക് നമ്മൾ കുട്ടികൾ വരും. എന്താണ് സംഭവിക്കുന്നത്? മായയ്ക്ക് വശപ്പെട്ടു പോകും, മായയുടെ പിടിയിലാകും. എപ്പോഴാണ് നമ്മുടെ മായയുടെ പിടിയിലാകുന്നത്? ഈ അപവിത്രതയും ഈ വിസ്മൃതിയും ശൂദ്രൻ്റെ സംസ്കാരത്തിനേക്കാൾ സ്വന്തമാക്കി വയ്ക്കുമ്പോഴാണ്. ബാബ പറയണത് ഫിർ പരേഷാൻ അർത്ഥാത് ബ്രാഹ്മൺ കി ഷാൻ സെ ദൂർ ഹോ ജാത്തേ ഹെ. എന്നാലോ ഈ ബ്രാഹ്മണ സംസ്കാരം നമ്മുടെ ഉള്ളിൽ നിന്ന് പോവുകയാണ്. എപ്പോഴാണ് പോവുക? ശൂദ്രൻ്റെ സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അതോടുകൂടെ ആ ബ്രാഹ്മണത്വം, ബ്രാഹ്മണ ജന്മം, ബ്രാഹ്മണ സംസ്കാരം ഇതൊക്കെ നമ്മളിൽ നിന്നും ദൂരെയാകും. ഏ ചോട്ടി സി ഭൂൾ ചെക്ക് കരോ, ഏ മേരാ സംസ്കാർ തോ നഹി, ഏ മേരാ സ്വരൂപത്തോ നഹി. അതിനാൽ നിങ്ങൾ കുട്ടികളൊന്ന് പരിശോധിക്കണം. എന്താണ് പരിശോധിക്കേണ്ടത്? ബാബ പറയണത് ശൂദ്രൻ്റെ സംസ്കാരം എൻ്റെ സംസ്കാരമല്ല, ശൂദ്രൻ്റെ സ്വഭാവം അതെൻ്റേതല്ല, എൻ്റെ സ്വരൂപവുമല്ല, എൻ്റെ സ്വഭാവവുമല്ല. മനസ്സിലായോ എന്ന് ബാബ ചോദിക്കുകയാണ്. तो इस वरदान पवित्र भव और योगी भव, ये वरदान പ്രാക്ടിക്കൽ സ്വരൂപമേ ലാവോ. ബാബനെ മുരളിയുടെ സാരത്തിലേക്ക് വരികയാണ്. ബാബ പറയുന്ന കുട്ടികൾ എന്താണ് മുരളിയുടെ സാരം? പവിത്ര ഭവ യോഗി ഭവ. ഈ വരദാനത്തെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരണം അല്ലേ? ബാബ അന്നും ഇന്നും എന്ന് ബാബ അവതരിച്ചു അന്ന് ബാബ തന്നിരിക്കുന്ന വരദാനം, എന്നും ബാബയുടെ യജ്ഞത്തിൽ പച്ചപ്പുള്ളൊരു വരദാനം എന്ന് പറയുന്നത് ഇതാണ്. ബാബ എന്ന് നമുക്ക് ജ്ഞാനം തന്നു, ആ ജ്ഞാനത്തിൽ ബാബ ആദ്യം കുട്ടികൾക്ക് തന്നിരിക്കുന്ന വരദാനമാണ് പവിത്ര ഭവ യോഗി ഭവ. കാരണം പവിത്രമായി മാറിയാലേ യോഗം കിട്ടുള്ളൂ, സമ്പൂർണ്ണ യോഗിയായി മാറിയാലേ സമ്പൂർണ്ണ പവിത്രത കൈവരിക്കാൻ സാധിക്കുള്ളൂ. തബഹി ബാബ് സമാൻ ബാബ്ക്ക് സമീപ ജാനേക്ക് അധികാരി ബൻ സക്തേ ഹോ. അപ്പോൾ മാത്രമാണ് ബാബയ്ക്ക് സമാനവും ബാബയ്ക്ക് സമീപവുമായിട്ട് പോകാൻ അധികാരിയായി മാറാൻ സാധിക്കും. അപ്പോൾ ബാബയ്ക്ക് സമാനമായി മാറണം, ബാബയുടെ സമീപത്തേക്ക് പോകാനുള്ള അധികാരിയായി മാറണമെങ്കിൽ നമുക്ക് ഏത് വരദാനത്തെ സ്വരൂപത്തിലേക്ക് കൊണ്ടുവരണം? പവിത്ര ഭവ योगी भव. आज कल्प पहले वाले बहुत काल से बिछड़ी हुई बाप की याद में तड़पने वाले अव्यक्त मिलन मनाने की शुभ संकल्प में रमण करने वाली अपने स्नेह की डोर से बाप दादा को भी बंधन वाले. അതായത് ഇന്ന് കഴിഞ്ഞ കൽപ്പത്തിൽ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ബാബയെ കണ്ടുമുട്ടുന്നത്. നമ്മൾ ബാബയുമായി വേർപിരിഞ്ഞിട്ട് എത്ര വർഷങ്ങളായിരിക്കുന്നു. അങ്ങനെയുള്ള നമ്മൾ കുട്ടികൾ ബാബയുടെ ഓർമ്മയിൽ ഇങ്ങനെ നമ്മൾ അലിഞ്ഞു ചേരുകയാണ്. അങ്ങനെയുള്ള കുട്ടികളായ നമ്മളുമായി ബാബ അവ്യക്ത മിലനം ചെയ്യാൻ. ഈ അവ്യക്ത മിലനം ചെയ്യുന്നു, ഒപ്പം ബാബയെ തന്നെ നമ്മൾ കുട്ടികൾ സ്നേഹത്തിൻ്റെ ചരടിൽ ബന്ധിപ്പിക്കാൻ. ബാബയ്ക്ക് സമാനം നമ്മൾ കുട്ടികൾ
വ്യക്തത്തിൽ നിന്നും അവ്യക്തത്തിലേക്ക് പോകാൻ നമ്മളെ കുട്ടികളെ തയ്യാറാക്കണം. ബാബ പറയണ ബാബ വന്നിരിക്കുന്നത് എന്തിനാണ്? നമ്മളെ കുട്ടികളെ വ്യക്തത്തിൽ നിന്നും അവ്യക്തത്തിലേക്കും അവ്യക്തത്തിൽ നിന്ന് ബാബ നമ്മളെ നിരാകാരി ലോകത്തിലേക്കും കൊണ്ടുപോവാൻ. ബാബ പറയണ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്നേഹത്തിൽ ബാബ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈശ്വരൻ പോലും നമ്മുടെ സ്നേഹത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ബാബ കത്തെ വാ ബച്ചി വാഹ്. ബാബ പറയുന്ന കുട്ടികളെ സബാഷ്. എന്താ കാര്യം? സർവശക്തനായിരിക്കുന്ന ഈശ്വരനെ പോലും നമ്മൾ കുട്ടികൾ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മൾ ബന്ധിപ്പിച്ചു. സബാഷ് ബച്ചി നയോം കി പ്രതി വിശേഷ് ബാബ് ദാദാ കാ സ്നേഹി. ബാബ പറയുന്ന കുട്ടികളെ സബാഷ്. പ്രത്യേകിച്ചും പുതിയ കുട്ടികൾക്ക് വേണ്ടി ബാബ എന്താ പറയുന്നത്? കുട്ടികളെ സബാഷ്. പുതിയ കുട്ടികളെ ബാബ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബാബ അഭിനന്ദിക്കാൻ. ഐസി മെഹനത് കർനെ വാലോം കോ ഫൽ ദേനെ കെ ലിയെ ബാബ് ദാദാ കോ ബി വിശേഷ് യാദ് സ്വതഹി രഹത്തെ. ഇങ്ങനെ പരിശ്രമിക്കുന്ന കുട്ടികൾക്ക് പോലും ഫലം നൽകുന്നതിന് വേണ്ടി ബാബ വന്നിരിക്കുകയാണ്. അല്ലെ? ആരാണോ ഇങ്ങനെ പരിശ്രമിക്കുന്നത്, ആ പരിശ്രമിക്കുന്ന കുട്ടികൾക്ക് പോലും ബാബ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വിശേഷ ഫലം ബാബ കുട്ടികൾക്ക് നൽകുന്നു. ഇസിലെ ബാബ് ദാദാ ബാപ് കി യാദ് മേ രഹ്നെ വാലെ ബച്ചോം കോ. അതുകൊണ്ട് ആരാണോ ബാബയുടെ സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന കുട്ടികൾ, അവർക്ക് ബാബ വിശേഷിച്ചും ഇന്ന് നമസ്തേ പറയുന്നു. ബാബ പറയുന്ന ബാബയ്ക്ക് എത്രയാ പുതിയ മക്കൾ ഉണ്ടാകുന്നത്. പക്ഷെ ബാബയ്ക്ക് എത്ര പുതിയ മക്കൾ ഉണ്ടായാലും ബാബ പറയുന്നത് പഴയവരാണെങ്കിലും പുതിയവരാണെങ്കിലും ലക്ഷ്യം ഒന്നാണ്. എന്താണ് ബാബ കുട്ടികൾക്ക് നൽകുന്ന ലക്ഷ്യം? വ്യക്തത്തിൽ നിന്നും അവ്യക്തത്തിലേക്ക് പോകുക. ഈ സമയത്തുള്ള അവ്യക്തത്തിലുള്ള കൂടിക്കാഴ്ച പോലും നിങ്ങളുടെ കുട്ടികളെ അവ്യക്തത്തിലേക്ക് ബാബ ആഹ്വാനം ചെയ്യാൻ. ഇതിനാണ് ബാബ നമ്മുടെ കുട്ടികളോട് അവ്യക്ത സ്ഥിതി പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. എത്രത്തോളം നമ്മുടെ ഉള്ളിൽ അവ്യക്ത സ്ഥിതിയുടെ പ്രാക്ടീസ് നടക്കുന്നു, അപ്പോഴാണ് നമുക്ക് ബാബയുമായിട്ടുള്ള അവ്യക്ത സ്ഥിതിയുടെ കൂടിക്കാഴ്ച നടത്താൻ സാധിക്കുക. ഐസി വരദാദാ ബച്ചോം കോ യാദ് പ്യാർ ഔർ നമസ്തേ. ഇങ്ങനെ ബാബയ്ക്ക് സമാനം ആര് വരദാതാവായ കുട്ടികളായി മാറിയിട്ടുണ്ടോ അവർക്ക് ബാബ്ദാദയുടെ ഓർമ്മയും സ്നേഹവും നമസ്തേയും. ഓം ശാന്തി.